സർ നമസ്തേ. നമസ്തേ സർ, ഈ മെൻ്റൽ ഹെൽത്ത് അവയർനെസ് മന്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സാറിനെ കാണാൻ വന്നിരിക്കുന്നത്. ഈ ഒരു സോഷ്യൽ സ്റ്റിഗ്മ, മാനസിക രോഗം എന്നുള്ള ഒരു പ്രശ്നം ആൾക്കാരിലേക്ക് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുക. അതായത് മാനസിക രോഗിയെന്ന് പറയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് മറച്ചു വയ്ക്കുക, അതുകൊണ്ട് തന്നെ ചികിത്സ കൃത്യസമയത്ത് കിട്ടാതെ വരിക, അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ സാറിൻ്റെ ഇത്രയും വർഷങ്ങളിലുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ട് അത് എത്രത്തോളം ആ സോഷ്യൽ സ്റ്റിഗ്മ ചികിത്സയെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനൊരു സൈക്കാട്രിസ്റ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കോ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാം. മാനസിക രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ വിഷയമാണ്. ലോകാരോഗ്യ സംഘടനയുടെയൊക്കെ ആരോഗ്യത്തിനെക്കുറിച്ചുള്ള ഡെഫിനിഷൻ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. മാനസികാരോഗ്യം വളരെ പ്രധാനമാണ്. നല്ലൊരു മാനസികാരോഗ്യം ഇല്ലാതെ ശാരീരികാരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല, തിരിച്ചും വളരെ പ്രധാനമാണ്. അത് സമൂഹത്തിൽ ഇതിൻ്റെ എണ്ണം, അല്ലെങ്കിൽ രോഗികളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണെന്ന് കാണാം. ഒരു അപ്രോക്സിമേറ്റ് ഉദ്ദേശമായിട്ടുള്ള ഒരു കണക്ക് പറയുന്നത് 1% കണ്ട് ജനങ്ങൾക്ക്, 100-ൽ-1 ഗൗരവമായിട്ടുള്ള മാനസിക രോഗം ഉണ്ടെന്നും 10% കണ്ട് ആളുകൾക്ക് ലഘുവായിട്ടുള്ള മാനസിക രോഗങ്ങൾ, ഇപ്പം സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഉറക്ക പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, കുടുംബങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരം ലഘുവായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉത്കണ്ഠ രോഗങ്ങൾ, അതുപോലത്തെ പ്രശ്നങ്ങൾ ഒരു 10% കണ്ടും ഗുരുതരമായ മാനസിക രോഗം, ഒരു പക്ഷേ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ടയോ ആ രീതിയിലൊക്കെ വേണ്ടി വരുന്ന ദീർഘകാലം മരുന്ന് വേണ്ടി വരുന്ന രോഗങ്ങൾ 1% ഉണ്ടെന്നാണ്. അപ്പം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഹൈലി പോപ്പുലേഷൻ വളരെ കൂടിയ ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എണ്ണം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം വലിയ ഹ്യൂജ് നമ്പേഴ്സ് വരും. ഇത്രയും ഹ്യൂജ് നമ്പറുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസും നമുക്ക് കുറവാണ്. അപ്പോൾ അവിടെയാണ് ഒരുപക്ഷെ പല തരത്തിലുള്ള, പല ലെവലിലുള്ള ഇടപെടലുകൾ ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്റ്റിഗ്മ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറ്റി പറയുമ്പോൾ അത് വളരെ പ്രധാനമാണ്. അപ്പം ഈ മാനസിക രോഗങ്ങളുടെ ചില പ്രത്യേകതകൾ, ഒരു 60% രോഗങ്ങളും തുടങ്ങുന്നതൊരു 10, 20, 25 വയസ്സിലാണെന്നുള്ളതാണ്. ഗുരുതരമായിട്ടുള്ള പല മാനസിക രോഗങ്ങളും, നേരത്തെ പറഞ്ഞ 1%-ൽപ്പെടുന്ന സിവിയറായിട്ടുള്ള സൈക്കോസിസുകൾ, സ്കിസോഫ്രീനിയ, ഇതെല്ലാം 10, 20, 25 വയസ്സിലാണ് തുടങ്ങുന്നതെന്ന് ഒന്ന്. 2, 60% രോഗങ്ങളും ക്രോണിക്കാണെന്നുള്ളതാണ്. അത് തുടങ്ങിയാൽ പിന്നെ അത് നീണ്ടു നിൽക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്ന രീതിയിലോ അല്ലാതെയോ നീണ്ടു നിൽക്കുന്ന സ്വഭാവം ഇതിനുണ്ട്. അത് ലഘുവായ മാനസിക രോഗങ്ങളാവട്ടെ, ഒരു ഉത്കണ്ഠ രോഗങ്ങളാവട്ടെ, പലതരം ഫോബിയകളാകട്ടെ, അല്ലെങ്കിൽ ഗുരുതരമായ രോഗമാവട്ടെ, ഇതിനെല്ലാം ഒരു ക്രോണിക് സ്വഭാവമുണ്ട്, ക്രോണിസിറ്റി ഉണ്ട്. അപ്പം കൂടുതൽ നാൾ ചികിത്സയോ ഫോളോ അപ്പോ ഒക്കെ വേണ്ടി വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ രോഗികളുടെ എണ്ണം വളരെ വലുതാണ്. ഈ രോഗം തുടങ്ങുന്നത് ചെറുപ്രായത്തിലാണ്. ഭൂരിഭാഗം രോഗങ്ങളും നീണ്ടു നിൽക്കുന്നു. ഇതിൽ തന്നെ ഒരു 10-20% ആളുകൾക്ക് ശരിയായ ചികിത്സ ലഭ്യമാകുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അത് എന്തുകൊണ്ടാണ് ആ ഒരു ചികിത്സാ രംഗത്തുള്ള ഈ ഒരു വിടവ്? ചികിത്സ ആവശ്യമുള്ള വലിയൊരു ജനവിഭാഗം, പക്ഷേ ചികിത്സ എത്തുന്നത് വളരെ ചെറിയൊരു വിഭാഗം ആളുകൾക്ക് മാത്രം. അവിടെയാണ് ഈ സ്റ്റിഗ്മ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ചികിത്സയുടെ ലഭ്യത, അതിൻ്റെ ചികിത്സയുടെ ചിലവ്, മാനസികാരോഗ്യ രംഗത്തെ വിവിധ പ്രൊഫഷണലുകളുടെ ലഭ്യത, ആളുകൾക്ക് മടികൂടാതെ പോയി ചികിത്സ എടുക്കാനുള്ള ഒരു സംവിധാനമില്ലായ്മ, ഇങ്ങനെ മൊത്തത്തിൽ പൊതുജനങ്ങൾക്ക് മാനസികാരോഗ്യ അവബോധത്തിൻ്റെ കുറവ്, മെൻ്റൽ ഹെൽത്ത് ലിറ്ററസി എന്ന് പറയും, ആ ലിറ്ററസി കുറവ്. മറ്റു പല കാര്യങ്ങളിലും മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും ലിറ്ററസിയൊക്കെ നമ്മൾ പറയുമെങ്കിലും ഈ മാനസികാരോഗ്യ രംഗത്ത് ലിറ്ററസി വളരെ കുറവാണ്. അപ്പോൾ അവർ പല വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും പലരും രോഗമൊക്കെ വന്നിട്ട് പല അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നതും മറ്റു പല നമ്മൾ അംഗീകരിക്കാത്ത എന്തെങ്കിലും ചികിത്സാ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതൊക്കെ ധാരാളം കാണാം. അപ്പോൾ ഇതെല്ലാം മറ്റെല്ലാ രോഗങ്ങളെയും പോലെ രോഗം നേരത്തെ നിർണ്ണയിക്കുകയും നേരത്തെ ചികിത്സ തുടങ്ങുകയും ചെയ്യുന്നത് രോഗത്തിന് കുറച്ചുകൂടെ നല്ല ശമനം ഉണ്ടാക്കുന്നുള്ളതാണ്. രോഗം ഒരുപാട് ക്രോണിക്കാവുകയും ഗുരുതരമായിട്ട് നീണ്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിനൊക്കെ ഒരുപാട് ഡാമേജ് ഉണ്ടാവുകയും പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ നേരത്തെ ചികിത്സിക്കുക, നേരത്തെ ഇടപെടുക, ശരിയായ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ വലിയൊരു ചികിത്സ ലഭ്യമല്ലാത്ത ഒരവസ്ഥയ്ക്ക് കാരണം പലതാണ്. നേരത്തെ പറഞ്ഞ ഇതിനെക്കുറിച്ചുള്ള അവബോധക്കുറവ്, ഇതേക്കുറിച്ചുള്ള സ്റ്റിഗ്മ, ഇത് എങ്ങനെ ഡോക്ടറെ അടുത്ത് പോവും, ഇത് മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും, ഈ രോഗത്തെക്കുറിച്ചുള്ള ഒരു അസ്പൃശ്യതയൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്.
അത് മറ്റ് വൈദ്യശാസ്ത്ര രംഗത്തെ മറ്റ് സ്പെഷ്യാലിറ്റികളിലെ രോഗങ്ങളെ കാട്ടി മാനസിക രോഗത്തെ സംബന്ധിച്ച് അത് കൂടുതലാണ്. ഈ സ്പെഷ്യാലിറ്റി തന്നെ ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിലെ മറ്റ് ശാഖകൾക്ക് ശേഷം പിന്നീട് ഉദയം ചെയ്ത ഒരു ശാഖയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ചികിത്സയും പരിചരണമൊക്കെ ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഒരുപക്ഷെ ഫിലോസഫേഴ്സോ അല്ലെങ്കിൽ മറ്റ് കരിസ്മാറ്റിക് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ചികിത്സയോ റിലീജിയോ മാജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള മന്ത്രവാദം ഇതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ആളുകൾ അന്ധവിശ്വാസമുണ്ട്, മന്ത്രവാദം ചെയ്യുന്നതൊക്കെ പറയണമെങ്കിലും ഈ മന്ത്രവാദം ഇന്നും ഒന്നേ തുടങ്ങിയതല്ല. ആളുകളെല്ലാം രോഗങ്ങൾക്ക് പലതരം ചരടുകൾ എഴുതി കെട്ടുക, മന്ത്രവാദം ചെയ്യുക, ഇങ്ങനെയുള്ള സംഗതികൾ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന സംഗതിയാണ്. അപ്പോൾ അത് പതുക്കെ ഗ്രാജുവലി കുറഞ്ഞു വരേണ്ടതുണ്ട്. അതിൽ കുറവ് വരുന്നുണ്ട്. ഇന്നിപ്പോൾ സൈക്യാട്രി OP ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം രോഗികൾ വരുന്നത് കാണാം. ജനറൽ ആശുപത്രികളിലൊക്കെ സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റ് OP ഇപ്പോൾ ഉണ്ട്. മുൻകാലങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അത് മാനസിക രോഗ ചികിത്സാ രംഗത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി പറയേണ്ടി വരും. അതിങ്ങനെ നേരത്തെ ഈ അസൈലംസ് ആയിരുന്നത്, പിന്നെ ഹോസ്പിറ്റൽസ് ആയത്, പിന്നീട് ജനറൽ ഹോസ്പിറ്റലുകൾ സൈക്യാട്രി യൂണിറ്റ് വന്നത്, പിന്നെ കമ്മ്യൂണിറ്റി സൈക്യാട്രി പോലെ ആളുകൾ വീട് പ്രൈമറി ഹെൽത്ത് സെൻ്ററൊക്കെ അതിൻ്റെ ചികിത്സ ലഭ്യമാകുന്നത്. ആ തരത്തിൽ വലിയൊരു മൂവ്മെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ പോയാലും പണ്ടൊക്കെ രോഗികളെ അഡ്മിറ്റ് ചെയ്യും, തിരിച്ച് പിന്നെ കൊണ്ടുപോകില്ല, അവിടെ തന്നെ കിടക്കും. അവിടെ മിക്കവാറും ഇൻക്യൂറബിൾ ഇൽനെസ് ഉള്ള ആൾക്കാരൊക്കെ കിടത്തിയിരുന്ന സ്ഥലമാണ്. അതിപ്പോൾ മാറിയിട്ടുണ്ട്. കുട്ടിരിപ്പാരിരുന്ന് ചികിത്സിക്കുക, ഭേദമാകുമ്പോൾ അവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോവുക. OPയിൽ ഒറ്റയ്ക്കും ബന്ധുക്കളോടൊപ്പം ഒറ്റയ്ക്ക് വന്നൊക്കെ മരുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്ന നിരവധി രോഗികൾ. അപ്പോൾ ഇത് മറ്റ് ആശുപത്രികളെ പോലെ അത് നടക്കുന്നതാണ്. അപ്പം ഓവർ ദ ടൈം ഒരു രോഗത്തിന് നല്ല ഒരു സമ്പൂർണ്ണ ചികിത്സ ലഭ്യമാകുന്ന ഒരവസ്ഥ ഉണ്ടാവുക, രോഗത്തെക്കുറിച്ച് രോഗകാരണത്തെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വ്യക്തത കുറേ കൂടി വരിക, നല്ല ക്ലാരിറ്റി ആയിട്ട് എൻ്റെ രോഗകാരണം മനസ്സിലാവുക, ചികിത്സ കൊണ്ട് രോഗത്തെ കീഴടക്കാൻ കഴിയുക, വേഗം തന്നെ രോഗശമനം കിട്ടുക, പാർശ്വഫലങ്ങളില്ലാതെ ഔഷധങ്ങൾ ലഭ്യമായിരിക്കുക, ഇതൊക്കെ വരുമ്പോഴത്തേക്ക് സ്റ്റിഗ്മ കുറഞ്ഞു വരും. പക്ഷേ ഇപ്പം രോഗത്തിൻ്റെ പാരമ്പര്യ ഘടകം അതൊരു പ്രധാന ഫാക്ടറാണ്. പാരമ്പര്യ ഘടകം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് സ്റ്റിഗ്മ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രോഗം വന്നാൽ ചികിത്സിച്ചിട്ട് മാറുന്നില്ല, ഇന്നടത്ത് രോഗം വന്നിട്ട് അയാൾ 30 കൊല്ലം 20 കൊല്ലം രോഗിയാണ്. നോക്കൂ, അത് രോഗം മാറാത്തത് വീണ്ടും ആ സ്റ്റിഗ്മ ബലപ്പെടുത്താനായിട്ട്. രണ്ട് ആളുകളുടെ ഇടയിലുള്ള ഒരു സമീപനം, ഒരു പ്രാവശ്യം രോഗം വന്നാൽ അവൻ സ്ഥിരം രോഗിയാണ്, അവൻ്റെ വീട്ടിൽ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പാടില്ല, അവൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണെടുക്കാൻ പാടില്ല, അവർക്കെല്ലാം അടുത്ത അനന്തര തലമുറയ്ക്ക് രോഗം വരും, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസങ്ങൾ രൂഢമൂലമാണ്. ഈ ജനറ്റിക് ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ ഈ പറഞ്ഞ ഇതിനേക്കാൾ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയും ശാസ്ത്രം രോഗകാരണങ്ങളെക്കുറിച്ചൊക്കെ പല തരത്തിൽ വെളിച്ചം വീശിയിട്ടുണ്ടെങ്കിലും അതൊന്നും പോരാ. കുറേ കൂടി ഇതേക്കുറിച്ചുള്ള ബ്രെയിൻ ഡിക്കേഡ് ഓഫ് ബ്രെയിൻ ഒക്കെ കഴിഞ്ഞു, ബ്രെയിനിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ കഴിഞ്ഞു, ഹ്യൂമൻ ജീനോം ഒക്കെ അവർ അനലൈസ് ചെയ്തൊക്കെ നോക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ശാസ്ത്രത്തിൻ്റെ പിടിയിൽ ഒതുങ്ങാതെ നിൽക്കുകയാണ് മനസ്സിൻ്റെ പല പ്രതിഭാസങ്ങളും, അവൻ്റെ ചില ചിന്തകളും വികാരങ്ങളും അതിൻ്റെ ഉറവിടവും ഒക്കെ ഒരുവിധമൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ടെങ്കിലും ഇനിയും കുറേ കൂടി വ്യക്തത ഇതിനകത്ത് വരും. വ്യക്തത വരുംതോറും, ബെറ്റർ ട്രീറ്റ്മെൻറ്റ് വരുംതോറും ഈ സ്റ്റിഗ്മ കുറഞ്ഞു വരും. ഇപ്പോൾ സ്റ്റിഗ്മ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പല ആളുകളും ഡോക്ടറെ അടുത്ത് വന്ന് മറ്റു രോഗികളുടെ കൂടെ ഇവിടെ വന്ന് ഡോക്ടർമാരെ കാണാൻ വരുന്നവരുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. അപ്പം ഉറക്കക്കുറവുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം, കുട്ടി ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണണം, ഒരാൾക്ക് സംശയം ഭയം ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം, ഒരാൾ മൗനമായിട്ടിരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല, എന്തോ മാനസിക പ്രശ്നമുണ്ട്, ഡോക്ടറെ കാണണം എന്നുള്ള അറിവിപ്പോൾ ജനങ്ങൾക്കുണ്ട്. അത് കുറേ കൂടെ കൂടാനുണ്ട്. രോഗം ദുരൂഹമായിരിക്കുമ്പോഴാണ് സ്റ്റിഗ്മ കൂടുന്നത്. ഫോർ എക്സാമ്പിൾ, മുമ്പ് TBക്കെതിരെ സ്റ്റിഗ്മ ഉണ്ടായിരുന്നു. ക്ഷയരോഗം വന്ന ആ വീട് വഴി ആളുകൾ പോകില്ല, കാരണം ക്ഷയരോഗം വന്ന ആളുകൾ മരിച്ചുകൊണ്ടിരുന്നു, എത്രയോ ആളുകൾ അങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരുന്നു. ബെറ്റർ ട്രീറ്റ്മെൻറ്റ്, നല്ല ക്യൂർ റേറ്റ്സ് ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് സ്റ്റിഗ്മ കുറയുക എന്നുള്ളതാണ്. അപ്പം ഈ രംഗത്തും മാനസിക ചികിത്സാ രംഗത്തും വിവിധ ശാഖകളിലും ബെറ്റർ കുറേ കൂടെ നല്ല മെച്ചപ്പെട്ട ചികിത്സാ രീതികൾ ഉരുത്തിരിഞ്ഞ് ഇനിയും വരേണ്ടതുണ്ട്. അതിനകത്തൊരു ഒരു മാനസിക രോഗ ചികിത്സാ രംഗത്ത് ഉള്ളവർക്ക് ഒരു ആധുനിക വൈദ്യശാസ്ത്രം തന്നെ ഒരുപാട് പുരോഗമിച്ച് ഒരുപാട് ഔഷധങ്ങളൊക്കെ വന്നെങ്കിലും മറ്റ് ചികിത്സാ ശാസ്ത്രശാഖകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒഫ്താൽമോളജി അല്ലെങ്കിൽ സർജറി അല്ലെങ്കിൽ വേറെന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, മറ്റ് സ്പെഷ്യാലിറ്റികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പം വലിയ ഒരു ലീപ്പ് അഡ്വാൻസ്മെൻറ്റ് ഈ സൈക്യാട്രി ഫീൽഡിൽ വന്നിട്ടില്ല. ഒരു പക്ഷേ പുതിയ ഔഷധങ്ങൾ കണ്ടെത്താനുള്ള
പാർശ്വഫലങ്ങൾ കുറഞ്ഞ ഔഷധങ്ങൾ കണ്ടെത്താനുള്ള, പെട്ടെന്ന് രോഗശമനം വരുത്തുന്ന ഔഷധങ്ങൾ കണ്ടെത്താനുള്ള ഒരുപാട് ഗവേഷണമൊക്കെ നടക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും പുതിയ പുതിയ ഔഷധങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് ലേസറിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ റോബോട്ടിക് സർജറി, ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിലെ മറ്റ് ശാസ്ത്ര രംഗത്ത് വരുന്ന അത്രയും പുരോഗതി മാനസിക രോഗ ചികിത്സാ രംഗത്ത് വരുന്നില്ല. ഇപ്പോഴും ചില ഔഷധങ്ങൾ, ഇലക്ട്രോ കൺവൾസീവ് തെറപ്പി, ചിലപ്പോൾ ചില മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ തെറപ്പി, ഇങ്ങനെയൊക്കെയുള്ള ചില ചികിത്സാ രീതികളും ഔഷധ ചികിത്സയും മറ്റ് സൈക്കോ തെറപ്പിയും കൗൺസിലിങ്ങും ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു 20-30-40 കൊല്ലമായിട്ടെങ്കിലും ഈ ഒരു അവസ്ഥ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ അതിനകത്തും വലിയൊരു ജമ്പ്, അല്ലെങ്കിൽ വലിയൊരു മാറ്റം കുറിക്കുന്ന എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇനിയും വരേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞ സോഷ്യൽ സ്റ്റിഗ്മ, അത് സ്റ്റിഗ്മ ചോദിച്ചെങ്കിലും സാർ അതിൻ്റെ ഒരു ചരിത്രം മുഴുവൻ പറഞ്ഞു. എങ്ങനെയായിരുന്നു തെറ്റായി വിചാരിച്ചിരുന്നത് ഒരു സമൂഹത്തിൽ, അന്ധവിശ്വാസങ്ങളിലൂടെ പോയി ഇപ്പോഴും അത്തരം അന്ധവിശ്വാസങ്ങളിലൂടെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ അത് മാനസിക രോഗ ചികിത്സയ്ക്ക് ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ ഒരു പ്രതിബന്ധമായി മാറിയേക്കാം. ശാസ്ത്രീയമായ ചികിത്സകളുള്ളപ്പോൾ ശാസ്ത്രീയമായി ചികിത്സിക്കാൻ അറിയാവുന്ന സിസ്റ്റംസ് ഉണ്ട്, ചികിത്സകരുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ ഒരുപക്ഷെ ആ സ്റ്റിഗ്മയൊക്കെ മാറ്റി നിർത്തി അതിലേക്ക് വരിക. എനിക്ക് തോന്നുന്നത് അത് നമുക്കും അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കും അതിലൊരു പങ്കുണ്ടെന്ന് തോന്നുന്നു. അവരെ ബോധവൽക്കരിക്കുക, നിങ്ങളുടെ കൂടെ നമ്മളുണ്ട്, സഹായിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് നമുക്ക് തരാൻ പറ്റും എന്നുള്ളത് അംഗീകരിച്ച ചികിത്സകരെല്ലാം അങ്ങനെ ഒരു ഉറപ്പും കൂടെ കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സന്ദേശം. അപ്പോൾ ആ സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വലിയ സന്ദേശമാണ് സാർ അതിനകത്തോട് പറഞ്ഞു. സാറിൻ്റെ ഒരു 30-40 വർഷത്തെ ആ ചികിത്സാ അനുഭവത്തിലൂടെ കടന്നുപോയ കാര്യങ്ങളെല്ലാം അതിനകത്ത് വന്നു.